ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നമ്മൾ റിഷ്വാന എന്ന് പറഞ്ഞിട്ടുള്ള സയൻസ് ടീച്ചറുടെ കരിയർ ജേണിയാണ് ചെയ്യുന്നത്. ടീച്ചറുടെ കാര്യം പറയുന്നെങ്കിൽ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, ഗൾഫിൽ കൊണ്ടുപോയി ഒരു ടീച്ചറാക്കാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ റിഷ്വാന ഇപ്പോഴാണ് ആ ഒരു ജോബ് കിട്ടുന്നത്. കിട്ടിയപ്പോൾ സാധാ ഒരു ജോബ് സ്വപ്നം കണ്ട റിഷ്വാന ഇപ്പൊ എത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് സ്കൂളിലെ സയൻസ് ടീച്ചറായിട്ടാണ് ജോബ് കിട്ടിയിരിക്കുന്നത് റിഷ്വാനക്ക്. സോ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്ക് റിഷ്വാനന്റെ അടുത്ത് നേരിട്ട് റിഷ്വാനന്റെ കരിയർ ജേണി എന്താന്നുള്ളത് കേൾക്കാം. സോ ടീച്ചേഴ്സ്, ഓരോ കരിയർ ജേണി നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു ടീച്ചേഴ്സ് പറയുന്ന അവരുടെ കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സാണ് നമ്മൾ. അപ്പൊ അവര് ചെയ്തിട്ടുള്ള പോയിന്റ്സ്, ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്യുക. അങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്കുള്ളൊരു വഴി എങ്ങനെയാണ് ഒരു സ്കൂളിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാകും. ഒരു കോഴ്സ് എടുക്കാതെയും നമ്മുടെ ഫ്രീ മീറ്റിംഗ് വാച്ച് ചെയ്തിട്ടൊക്കെ ജോബ് കിട്ടിയ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്. കുറേ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കേട്ട് കേട്ട് അത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് അത് കണക്ട് ചെയ്യുന്നു. നമുക്ക് ഒരു ദിവസം അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. പെട്ടെന്ന് റിസൾട്ട് കിട്ടാനാണെങ്കിൽ ഇതുപോലെ ട്രെയിനിങ് എടുക്കാം. സോ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. റിഷ്വാന വീഡിയോയിൽ വന്നിട്ടില്ല. കുറെ ടീച്ചേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ വരുന്നത്. കാരണം അവർക്കൊന്നും യൂട്യൂബിലൊന്നും വന്ന് അങ്ങനെ ഒരു എന്താ പറയുക ശീലിക്കാത്തവരാണ്. അതുകൊണ്ട് ഞാൻ അവര് വീഡിയോ ഓപ്പൺ ആക്കുന്നില്ല കേട്ടോ. റിഷ്വാന, കരിയർ ജേണി ഒന്ന് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റാർട്ട്. ഹലോ, ഹായ്. ഞാൻ റിസ്വാന, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ബി എഡ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു 9 ഇയേഴ്സ് ആവാനായി. ബി എഡ് ചെയ്ത സമയത്ത് കഴിഞ്ഞിട്ട് നാട്ടിലൊരു ഡെയിലി വേജ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ദമാമിലെത്തി. ദമാമിൽ ഒരു 6 മന്തിന് വിസിറ്റിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്കൂളിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയില്ല ഇങ്ങനെ ഏത് റൂട്ടിലാണ് പോകണ്ടെന്നുള്ളത്. അപ്പോഴും ബ്രിട്ടീഷിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. നമ്മൾ എന്ത് വിചാരിച്ചിട്ട് വരുന്നു, CBSE സ്കൂള് അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾ, അതേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ വന്ന സമയത്ത് നമുക്ക് അറിയുന്ന ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയും ഭയങ്കര ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിരിക്കണം, സബ്ജക്ട് ഭയങ്കര നന്നായിട്ട് അറിയണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോ അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ആണ്. അപ്പൊ ആ സമയത്തൊന്നും നമ്മളൊന്നും അത്ര ഇംഗ്ലീഷ് ഫ്ലുവന്റ് അല്ല. ജസ്റ്റ് നമ്മളെ സബ്ജക്ട് അറിയില്ല, ഇംഗ്ലീഷ് അറിയുന്നല്ലാതെ ഒരു കോമൺ ടോക്കിങ്ങിന് പോലും നമുക്കറിയില്ല. നമ്മൾ സാധാ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് അങ്ങനെ വന്ന ആളുകളാണ്. അപ്പോ ചോദിക്കുമ്പോൾ എല്ലാവരും പറയാ എക്സാം എഴുതണം, എക്സാം എഴുതി ഇന്റർവ്യൂ ഉണ്ട്, പിന്നെയും വെയിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഒരു കറക്റ്റ് ഒരു റൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അതവിടെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, എന്നാ വേണ്ട എന്നുള്ള ഒരവസ്ഥയിൽ വീണ്ടും അത് കഴിഞ്ഞ് നാട്ടിലെത്തി വീണ്ടും രണ്ടാമത് വിസിറ്റിങ്ങിന് വന്നത് ജിദ്ദയിലായിരുന്നു. അപ്പൊ ജിദ്ദയിൽ വന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെറുതെ ഒരു CBSE സ്കൂളിൽ അപ്രോച്ച് ചെയ്തപ്പോൾ അവര് നമ്മളോട് ഡെമോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഡെമോക്ക് തന്ന ഡേറ്റിന്റെ പിറ്റേ ദിവസം കൊറോണ വന്നുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തു. ആ സമയത്ത് നമുക്ക് നാട്ടില് ഈ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് മാത്രമേ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ലോക്കായിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ജോബ് ട്രൈ ചെയ്യാൻ വിചാരിച്ച് ആ സമയത്ത് തന്നെയാണ് സ്കൂൾ ടീച്ചേഴ്സിനുള്ള PSC ഒക്കെ വിളിക്കുന്നത്, UP സ്കൂൾ ടീച്ചേഴ്സിന്. അപ്പൊ നന്നായിട്ട് കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ട്, അത്രത്തോളം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ചു. മാഷാല്ലാ കുഴപ്പമില്ലാത്ത റാങ്കിലൊക്കെ വന്നു. കിട്ടും എന്നുള്ള അതേ പൊസിഷനിലുള്ള റാങ്ക് ആയിരുന്നു. എല്ലാവരും കിട്ടും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ കിട്ടും, ഇനി നമ്മൾ നോക്കണ്ട, വേറെ ജോബ് നോക്കണ്ടല്ലോ, ഗവൺമെന്റ് ജോലി സെറ്റ് ആണല്ലോ, അത് എപ്പോഴാണ് കിട്ടുന്ന വെച്ചാൽ നോക്കിയാൽ മതിയല്ലേ വിചാരിച്ചു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഹൈസ്കൂൾ ടീച്ചറിന്റെയും ഹയർ സെക്കൻഡറി ടീച്ചറിന്റെ ഒക്കെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. എല്ലാ റാങ്ക് ലിസ്റ്റിലും വരികയും ചെയ്തു. ഒക്കെ കുഴപ്പമില്ലാത്ത റാങ്ക് ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ അത് കഴിഞ്ഞ് വീണ്ടും നാട്ടിലെത്തി. നാട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വിസിറ്റിങ്ങിന് വന്നു. കാരണം ജോബ് നോക്കണ്ടല്ലോ, ജോബ് ഓൾറെഡി അവിടെ സെറ്റ് ആണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അത് വിളിക്കുന്ന സമയത്ത് പോവുക, ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോ ആ സമയത്ത് പിന്നെ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ PSCന്റെ നിയമനമൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ്. അപ്പോ നമുക്ക് എന്താവും അറിയാത്ത ഒരു അവസ്ഥയാണ്. ലാസ്റ്റത്തെ ഒരു 6 മന്തിലാണ് നമ്മൾ ഇത് അറിയണത്, ലിസ്റ്റ് തീരാനുള്ള ഒരു 6 മന്തില്. അപ്പൊ നമുക്ക് ടെൻഷൻ ആവല്ലോ തുടങ്ങി. നമ്മള് സെറ്റ് ആക്കി വെച്ചൊരു കാര്യം നമ്മളെ കൈവിട്ട് പോകുക അറിയുമ്പോ ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേഷനും എന്താ പറയാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതുവരെ ഒന്നും നോക്കില്ല. ഇവിടെ വന്നിട്ട് ട്യൂഷന് കുട്ടികൾ വരുമ്പോ ഞാൻ പറയില്ല ഞാൻ ട്യൂഷനില്ല, നാട്ടിൽ വർക്ക് ചെയ്ത് മടുത്ത് വരികയാണ്. അപ്പൊ ഇവിടെ വെറുതെ ഇരിക്കാൻ വേണ്ടി വന്നതാണ്. കുറെ കുക്ക് ചെയ്യുക, കുറെ റീൽസ് കണ്ടിരിക്കുക, കുട്ടികളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് മീറ മാമിന്റെ വീഡിയോ കണ്ടത്. വെറുതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, യൂട്യൂബിൽ ഇങ്ങനെ നോക്കുക, കുറെ കുക്കിംഗ് കണ്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക.
അപ്പൊ വെറുതെ ഇങ്ങനെ നോക്കിയ ആ സമയത്ത് കണ്ടപ്പോ ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ വെറുതെ കാണിച്ചു വിട്ടു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്ത് നോക്ക്, നാട്ടിലത്തെ ഇപ്പൊ എന്തായാലും അങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായില്ലേ, പിന്നെ ഇവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാ വിചാരിച്ചിട്ട്. അപ്പൊ നമ്മളത് ഫസ്റ്റത്തെ മാമിന്റെ ഫ്രീ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രീ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റത്തെ CV ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാം, ഫസ്റ്റ് അതിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് CV ഉണ്ടാക്കി. ആ CV ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു സ്കൂളുകളിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് CV ഇഷ്ടപ്പെട്ടിട്ട് അവർ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. ഇന്റർവ്യൂ ഓക്കെ ആയി. അപ്പോ ഒരു സ്കൂളിൽ എന്നോട് ഡെമോ എടുക്കാൻ വരാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് നാട്ടിലുള്ള സിസ്റ്റത്തിലുള്ള അതല്ലേ അറിയുള്ളൂ, നാട്ടിലുള്ള എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ 6 ലെവലിലുള്ള ഡെമോയെ എടുത്തത്. അതായത് കണ്ടന്റ് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല കണ്ടന്റും കൊടുത്തു. നാട്ടിൽ നമുക്ക് അങ്ങനെയാണ്, നമുക്ക് നോളജ് ഉണ്ട് എന്നുള്ളത് അവിടെ ഡെമോ എടുക്കുമ്പോൾ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യണം. ആ ലെവലിലാണ് ഇവിടെയും ഞാൻ ക്ലാസ് എടുത്തത്. പക്ഷെ അപ്പൊ അവരപ്പോഴേ എന്നോട് പറഞ്ഞു ഇത് അറബി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അപ്പൊ ഇത്രത്തോളം ലെവലിലുള്ള സബ്ജക്റ്റിലുള്ള കണ്ടന്റ് എടുത്താല് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിൽ പോയി, കാരണം വിസിറ്റിങ്ങിലായിരുന്നല്ലോ. അപ്പോ വിസ എടുത്ത് വരണം, വിസ എടുത്ത് വരണമെങ്കിൽ ഹസ്ബൻഡിന് ഫാമിലി വിസ കിട്ടൂല. അപ്പൊ നമ്മൾ വർക്ക് വിസയിൽ വേണം വരാൻ, നല്ല എക്സ്പെൻസ് ആണ് വർക്ക് വിസയിൽ വന്ന് പിന്നീട് അത് ഫാമിലി വിസയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നാലും ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അവിടെ വന്ന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോ ഹസ്ബൻഡ് മുനീറ മാമിന്റെ ഒറ്റ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഹസ്ബൻഡ് അത്രയും പോസിറ്റീവായിട്ട് എടുത്തത്. കാരണം എല്ലാവരും ഇങ്ങനെ കാണുകയല്ലേ, അപ്പൊ എന്തായാലും നിനക്ക് കിട്ടും, നിനക്ക് അത്രയും കുഴപ്പമില്ലാതെ, ഞാൻ കുഴപ്പമില്ലാതെ ഡിഗ്രിയും PG ഒക്കെ അത്യാവശ്യം നല്ല മാർക്കിൽ പാസ്സായിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇതില് നമ്മൾ വിസ എടുത്ത് വന്നു. അപ്പൊ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം HBAT എടുത്തു, പ്രാക്ടിക്കൽ സെഷനിൽ HBAT എടുത്തു. അതിന്റെ കൂടെ തന്നെ ചെക്ക് പോയിന്റ് സയൻസ് എടുത്തു. ഞാൻ ഇവിടെ അടുത്തുള്ള സ്കൂളുകളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഏകദേശം എല്ലാ സ്കൂളുകളിലും 9 ക്ലാസ് വരെ ഉണ്ടായിരുന്നത്, ഗ്രേഡ് 9 വരെയായിരുന്നു. അപ്പൊ IGCSE എടുത്താൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ജോബാ വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെക്ക് പോയിന്റ് എടുത്തത്. ചെക്ക് പോയിന്റ് എടുത്ത് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ ട്രൈ ചെയ്യാ വിചാരിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവിടെ CBSE സ്കൂളിലാണ് കൊണ്ടുകൊടുത്തത്. അവിടെ വേക്കൻസി കണ്ടപ്പോൾ കൊണ്ടുകൊടുത്തതാണ്. അപ്പൊ ഞാൻ പോണത് എനിക്ക് സബ്ജക്റ്റ് അറിയാം കുഴപ്പമില്ലാതെ, കാരണം PSC ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് സബ്ജക്റ്റിന്റെ കയ്യിലുണ്ട്. പക്ഷെ അവിടെ ചെന്ന് അവർ ആദ്യം എന്റെ സർട്ടിഫിക്കറ്റ്സാണ് നോക്കിയത്. സർട്ടിഫിക്കറ്റ്സ് നോക്കിയാൽ അതിൽ PGയിലും ഡിഗ്രിയിലും കുഴപ്പമില്ലാത്ത മാർക്ക് കണ്ടപ്പോൾ അവരെന്റെ എലക്ടീവ് പേപ്പർ ഉണ്ടാവില്ല നമുക്ക് PGക്കൊക്കെ, അപ്പൊ ആ എലക്ടീവ് പേപ്പറിൽ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ എന്റമോളജി ആയിരുന്നു. അത് കണ്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മൾ വെച്ചാൽ എലക്ടീവ് പേപ്പർ പിന്നെ നമ്മൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കണില്ല, സ്കൂൾ സിസ്റ്റത്തിലേ ഇല്ല, നമ്മൾ ആ സമയത്ത് പഠിച്ചു എന്നല്ലാതെ പിന്നെ ഒന്നുമില്ല. അവര് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കുടഞ്ഞു എന്ന് വെച്ചാല് എനിക്ക് ആ സമയത്ത് ഭൂമിക്കിട്ട് പിളർന്നു പോയാലെന്നൊക്കെ തോന്നി. കാരണം നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ എന്നാലും, എന്നിട്ട് അവരെന്നോട് ഗ്രേഡ് ഫസ്റ്റിലേ ഉള്ളൂ വേക്കൻസി, അതിക്കുള്ള ഡെമോ എടുത്ത് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ പോണില്ല ഡെമോക്ക്, അവരെ മുന്നിൽ നിന്ന് ഡെമോ എടുക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊന്നുമല്ലാതെ ഒരു അവസ്ഥയിൽ ഇറങ്ങി പോന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോവില്ല, അവർക്ക് ഡെമോ എടുക്കാനാണ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നീ ഓക്കെ അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രിട്ടീഷുകളിൽ നോക്കി, അവിടെ വേക്കൻസി ഒന്നും കാണാഞ്ഞിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കൊണ്ടു കൊടുത്തപ്പോ ഫസ്റ്റ് കൊണ്ടു കൊടുത്ത സ്കൂൾ ഇതാണ്. അപ്പൊ ഇവിടെ ചെന്ന് CV കൊടുത്തപ്പോ തന്നെ അവരാദ്യം വേക്കൻസി ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഓഫീസിൽ CV കൊടുത്തപ്പോ അവരത് പ്രിൻസിപ്പൽ മാമിന് ഫോട്ടോ എടുത്ത് അയച്ചപ്പോ മാം പറഞ്ഞു ഓക്കെ വരാൻ പറയൂ, നല്ല ക്വാളിഫിക്കേഷൻ നല്ല CV ഒക്കെ ആണെന്ന് പറഞ്ഞു. ചെന്നു അവരപ്പം തന്നെ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു പഠിച്ചതൊന്നും പറയണ്ട, യുവർ ഓൺ വേർഡ്സിൽ നിങ്ങൾ എന്താണോ ക്ലാസ്സിൽ നടത്തുന്നത് അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഞാനത് നമ്മളെ ടീച്ചിങ് സ്ട്രാറ്റജീസും എല്ലാം പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓരോ സ്ട്രാറ്റജിക്ക് വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ. അപ്പൊ നമ്മൾ ഇൻക്വയറി മെത്തേഡിൽ അതുപോലെ ആക്ടിവിറ്റി ഒക്കെ അതൊക്കെ എങ്ങനെ ഇപ്പൊ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഇടയിൽ. അപ്പൊ അവർ ചോദിച്ചത് അധികം ഗ്രേഡ് 7, 8 ആ ലെവലിലുള്ള കുട്ടികളൊക്കെ ഇപ്പൊ അതിന് കിട്ടുമെന്നൊക്കെ ചോദിച്ചത്. അപ്പൊ ഞാൻ ഓരോ സബ്ജക്റ്റിൽ നമ്മൾ ചെക്ക് പോയിന്റ് ഇട്ടതുകൊണ്ട് നമുക്കറിയാം ഏതൊക്കെയാണ് അവർക്ക് വരുന്ന ടോപ്പിക്കുകൾ. അപ്പൊ ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് ഞാൻ ഓരോ ആ സ്ട്രാറ്റജികളും അതെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടപ്പോ അവർക്ക് ഓക്കെ. അപ്പൊ അവർ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ ഡെമോ തരുമ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിലും കൂടെ കാണേണ്ടി വരും കേട്ടോ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഡെമോക്ക് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത മാം പറഞ്ഞു ഡെമോ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ടീച്ചർ ക്ലാസ്സിൽ പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകാൻ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞങ്ങളൊരു ടോപ്പിക്ക് തരും, അത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ പറഞ്ഞിട്ട് അന്ന് അവിടുന്ന് ഞാൻ പോരുന്നത് 12:30 എങ്ങാണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് അവർ എനിക്ക് ടൈം തന്നത്. അപ്പൊ അവർക്ക് വേക്കൻസി ഇല്ല,
പക്ഷെ എൻ്റെ ഇത് കണ്ടപ്പോ അവർക്ക് വേണം എന്നാ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ട് എന്നെ അവോയ്ഡ് ചെയ്യും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ടൈമിൽ അവിടുത്തെ ഒരു അക്കാദമിക് ഹെഡ് ആയിട്ടുള്ളത് ഒരു മലയാളി മാം ആയിരുന്നു. അപ്പോഴത്തെ പ്രിൻസിപ്പൽ മാം മലയാളി മാമിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇവരെ നമ്പർ വാങ്ങിക്കോ, ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ മാം എന്നോട് പറഞ്ഞു പ്രിൻസിപ്പൽ മാമിന് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു നന്നായിട്ട്, പക്ഷെ എന്താ വിഷയം വെച്ചിട്ട് വേക്കൻസി ഇല്ലാത്തത്, പിന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നാളെ തന്നെ നിന്നോട് ഡെമോ എടുത്ത് വരാൻ പറഞ്ഞത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് പറഞ്ഞു. അപ്പൊ അവർ 9th സ്റ്റാൻഡേർഡിലെ ടോപ്പിക് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് 8th സ്റ്റാൻഡേർഡിലാണ്, അവർ ആദ്യമായിട്ട് പഠിക്കണം, ആ ടോപ്പിക് അവർക്ക് പഠിക്കാനേ ഇല്ല. അത് ഈ 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ആക്ടിവിറ്റിയിലൂടെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് കാണിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ഒന്ന് ടെൻഷനായി. നമ്മൾ പറയണ പോലെയല്ലല്ലോ ചില സമയങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അതും ടോപ്പിക്കിനനുസരിച്ച് മാറുമല്ലോ. പക്ഷെ ഇവിടെ വന്ന് കുറെ ഇരുന്നു, കുറെ സെർച്ച് ചെയ്തു. നമുക്ക് പിന്നെ കുറെയൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അവസാനം മാഷാല്ല കുഴപ്പമില്ലാതെ ചെയ്തു. ഡെമോ എടുത്ത സമയത്ത് അവർ ആദ്യം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞത് ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതിയാണ്. അപ്പൊ ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആക്ടിവിറ്റി ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഹയർ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇവര് കുട്ടികളും, ഞാൻ ബയോളജി ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു, ഫിസിക്സും കെമിസ്ട്രി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾ നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തു. അതൊക്കെ നിങ്ങൾക്ക് ആ PSC പഠിച്ചതുകൊണ്ട് കിട്ടിയത് കേട്ടോ. നമ്മൾ വേറെ സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമല്ലോ PSC പഠിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോ അപ്പൊ അവിടെ 3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഡെമോക്ക്, ഒപ്പം ഒരു 10 സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞപ്പോ ടീച്ചേഴ്സ് പറഞ്ഞു നിനക്ക് നല്ല സബ്ജക്ട് നോളജ്. അപ്പൊ എനിക്ക് ആ മുന്നത്തെ ഒരു ഇതങ്ങോട്ട് മാറി കിട്ടി. CBSE സ്കൂളിൽ പോയപ്പോ ഉണ്ടായ അനുഭവം, ഓക്കെ ഇവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടല്ലോ, നമുക്ക് അറിയും എന്നുള്ള കാരണം ഇവർക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു ധാരണ കിട്ടി. അപ്പോഴും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കറന്റിൽ ഞങ്ങൾക്ക് വേക്കൻസി ഇല്ല, എപ്പോഴാണോ ഞങ്ങൾക്ക് ഏത് സെഷനിലാണോ ഒരു വേക്കൻസി വരുന്നത് അപ്പൊ ഞങ്ങൾ താങ്കളെ കോണ്ടാക്ട് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോകുന്ന സമയത്ത് മലയാളം മാം എന്നോട് പറഞ്ഞു നീ എവിടെയെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതപ്പം ഞങ്ങൾ ഇൻഫോം ചെയ്യണം കേട്ടോ, ഇന്നൊന്ന് ഇൻഫോം ചെയ്യണം നീ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങി നമുക്കിത് കൺഫർമേഷൻ കിട്ടിയില്ലല്ലോ. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ ദമാമിലുള്ള സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകും, പക്ഷെ ഇവിടെ വേക്കൻസി വളരെ കുറവാണ്. ആ ഒരു സമയത്തൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ എവിടുന്നും നമുക്കൊരു കോളൊന്നും വന്നില്ല. ഇതൊക്കെ നടക്കുന്നത് 3 months ബിഫോർ ആണ്. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് മുന്നേ വീണ്ടും എന്നെ ഇവിടുത്തെ സ്കൂളത്തെ മാമിനെ കോൺടാക്ട് ചെയ്തു, നീ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വേക്കൻസി കണ്ട സ്കൂളുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇൻഷാല്ല വിളിക്കാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞപ്പോ ഇവരിനോട് പറഞ്ഞു നാളെ ഒന്ന് താൻ സ്കൂളിലേക്ക് വാറുന്നു. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോ ലോവർ ഗ്രേഡ്സിലാണ് വേക്കൻസി ഉള്ളത്, താൻ റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം, ഓഗസ്റ്റിലാണ് വേക്കൻസി വരുന്നത്, ഹയർ ഗ്രേഡ്സിൽ എന്നാണോ വേക്കൻസി വരുന്നത് ആ സമയത്ത് നമ്മൾ അവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നോട് 1 വീക്ക് ടൈം തന്നു, ഒരു ലെസൺ പ്ലാനും പ്രിപ്പയർ ചെയ്ത് ചെല്ലാൻ പറഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, മെഡിക്കലും എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തിട്ട് ചെല്ലാനും പറഞ്ഞു. പോയിട്ട് അന്നത്തെ ദിവസം അവര് കോൺട്രാക്ട് സൈൻ ചെയ്ത് വാങ്ങി. അൽഹംദുലില്ലാ ഏകദേശം കുഴപ്പമില്ലാത്ത ലെവലിലെത്തി. ഇനി അവിടെ ഹയർ ഗ്രേഡ്സിൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ അവര് വിളിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എന്റെ കരിയർ ജേണി. റിഷ്വാന സൂപ്പർ. ഓക്കെ, ദമാമിലെ റെപ്യൂട്ടഡ് സ്കൂളാണ്. ടീച്ചേഴ്സ് സ്കൂൾ നെയിം റിഷ്വാന ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ കരിയർ ജേണി ചെയ്യുന്ന സമയത്ത് സ്കൂൾ നെയിം പറയാത്തത് മറ്റു ടീച്ചേഴ്സ് പിന്നെ ആ സ്കൂളിൽ പോയിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ റിഷ്വാന നാട്ടിൽ വർക്ക് ചെയ്ത ആളാണല്ലോ, ഗൾഫിൽ ഇതിന്റെ മുമ്പ് വേറെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഇല്ല. ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻ MSc സുവോളജി ആണ്, പിന്നെ B.Ed-ഉം. MSc സുവോളജി B.Ed. അപ്പൊ എന്താ ഇപ്പൊ സയൻസ് പ്രൈമറി ലെവലിൽ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്? അതെ അതെ. കിട്ടിയിരിക്കുന്നത് ഏതാണ് ക്ലാസ്? ക്ലാസ് 4, 5, 6 അത് 4, 5, 3 അതാ പറഞ്ഞിട്ടുള്ളത്. 3, 4, 5 അല്ലെ, പ്രൈമറി ലെവല്. അപ്പോ ഈ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ PSCയും ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്താണ് പിന്നെ അതും വളരെ എന്താണ് ഇവിടെ യൂസ്ഫുൾ ആയി അല്ലെ? പിന്നെ നമ്മൾ ചെക്ക് പോയിന്റില് നമുക്കറിയാലോ എല്ലാ സബ്ജക്റ്റിന്റെയും പോലെയല്ല, സയൻസ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും എർത്ത് ആൻഡ് സയൻസ് കൊടുക്കണം. അപ്പൊ ഞാൻ 3 കൂടെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്തത് മെജൂസ് പാർക്കിൽ അല്ലെ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ ഷീജുവിന്റെ ക്ലാസ് ചെക്ക് പോയിന്റ്? നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. അത് യൂസ്ഫുൾ ആയോ ഇവിടെ ഡെമോ കൊടുക്കാൻ?
ഡെമോക്ക് യൂസ്ഫുൾ ആയി. പിന്നെ നമുക്ക് അവിടെ ഒപ്പം നമ്മളെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ ഡെമോ എടുക്കുന്ന സമയത്ത് ഡിഫറെന്റ് സബ്ജക്റ്റുകളാണല്ലോ എല്ലാവരും എടുക്കുക. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഓരോ ടേംസും ഓരോ മെത്തേഡ്സും എവിടെയാണ് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ അതിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഡെമോ കണ്ടിരുന്നാൽ തന്നെ നമുക്ക് ആ സബ്ജക്റ്റ് ഏകദേശം ധാരണ കിട്ടും. ഒരു മെയിൻ പോയിന്റ് കിട്ടും. പല ടീച്ചേഴ്സ് പല സബ്ജക്റ്റ് ആണ് ചെക്ക് പോയിന്റിൽ നമ്മൾ ഡെമോ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഓരോ ടീച്ചേഴ്സും അവരുടെ ഏരിയ അപ്പൊ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ റെക്കോർഡ്സും കിട്ടുന്നുണ്ട്. എല്ലാ ചെക്ക് പോയിന്റിൽ എല്ലാ സബ്ജക്റ്റും പോലെയല്ല. സയൻസിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മൾ മെയിൻ എടുത്ത് പഠിക്കുക ഒന്നേ ഉള്ളൂ. പക്ഷെ സയൻസിൽ എത്തുമ്പോ 4 സബ്ജക്റ്റ് ഉണ്ട് അവിടെ. സയൻസ് ആകുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റും അവിടെ കിട്ടുന്നുണ്ട്. ഒരു ഡൗട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക്, പിന്നെ നാട്ടിലെ സ്കൂളിൽ വർക്ക് ചെയ്തു, അപ്പോ ഇവിടെ ഇങ്ങനെ ഇന്റർവ്യൂവിന് കൊടുക്കുമ്പോൾ എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്? കാരണം നമ്മളെ മലയാളി ടീച്ചേഴ്സ് ആണല്ലോ ഇത് വാച്ച് ചെയ്യുന്നത്. അവർക്ക് അറിയൂലല്ലോ, അവരിവിടെ കണ്ടില്ലല്ലോ സ്കൂൾ എങ്ങനെയാണ്, എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻ എന്ന്. നാട്ടിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അവിടെ നമുക്ക്, ഞാൻ ഡെയിലി വേജ് ആയിട്ടാണ് പോയിട്ടുള്ളത്, അവിടെ അവർ നോക്കുന്നത് കാര്യമായിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ഉണ്ടോ, സ്കൂൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ നമ്മള് PhD ലിസ്റ്റിൽ ഉണ്ടോ, ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. അല്ലാതെ നമ്മളവിടെ അധികം കൂടുതൽ നമ്മളെ ഈ ക്ലാസ് റൂം ഇൻട്രൊഡക്ഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അവരങ്ങനെ ചോദിക്കും. പിന്നെ നമ്മൾ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഇവിടെ പിന്നെ അതൊന്നുമില്ല. നമ്മളെ കഴിവും നമ്മളെ ഹാർഡ് വർക്കും നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ആണ് എന്നുള്ളത് നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, അതാണ് നോക്കുന്നത് അല്ലെ. ഡിഗ്രി ഒന്നും അല്ല, ഡിഗ്രി വേണം. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡിഗ്രി ഉള്ളവർക്കാണ് ടീച്ചർ ആവാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു നോക്കിയിട്ടാണ് നമുക്ക് ആ ജോബ് തരുന്നത്. അതല്ലേ റിഷ്വാനക്ക് തോന്നിയത്? നമ്മളെ പെർഫോമൻസ്. ഇപ്പൊ എനിക്ക് ഞാൻ പുറത്തേക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്തൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ ഭയങ്കര മോട്ടിവേഷൻ അങ്ങനെയുള്ള വ്യക്തിയാണ്. പക്ഷെ എന്റെ ഒരു സാഹചര്യം വരുമ്പോ ഞാൻ നല്ല ഡൗൺ ആയിട്ടിരിക്കും. പേടിയാണ് അല്ലെ പുറത്ത് എക്സ്പ്രസ് ചെയ്യൊന്നുമില്ല. പക്ഷെ ആ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം. പിന്നെ ഇതിന്റെ ഒക്കെ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് എന്റെ ഹസ്ബൻഡിനോടാണ്. കാരണം ഇവിടെ വന്ന ഒരു 6 മന്ത് ആയിട്ടും ജോബൊന്നും ആവണില്ല. അപ്പൊ നമുക്കും അറിയാലോ, ലെവി കൊടുക്കണം. അത് ഹസ്ബൻഡിന് അതിന് മാത്രമുള്ള സാലറി ഒന്നും ഇല്ലേനു. പിന്നെ നാട്ടിൽ ഹസ്ബൻഡ് 1 വർഷം നിന്ന് വിസയൊക്കെ എക്സ്പയർ ആയി വീണ്ടും വന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് കടവും എല്ലാം കൂടെ ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഞാൻ ഇത്രയും എക്സ്പെൻസ് ആയി വിസ എടുത്ത് വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ജോബ് വേണം. അപ്പൊ ഞാന് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ ട്യൂഷന് വന്ന കുട്ടികൾ ഈ വർഷം ഫസ്റ്റ് അവരെ നിർത്തി, വിസിറ്റിങ്ങിന്റെ കുട്ടികളായപ്പോ. അപ്പൊ അതും പോയി. ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനായി ഭയങ്കരമായിട്ട്. അപ്പൊ ഇവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ വരും, നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ, സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതും മീൽസ് ഉണ്ടാക്കി കൊടുക്കുന്നതും. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറയും, ഞാൻ അതിനെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും കുഴപ്പമില്ലാതെ. അപ്പൊ ഞാൻ പറയും, എനിക്കൊരു മെഷീൻ വാങ്ങി തന്നാൽ ലെവിക്കുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടെങ്കിലും ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓഫീസിൽ, അപ്പൊ ഹസ്ബൻഡിനോട് പറയും, വൈഫിന് ജോബ് ആയിട്ടുള്ള ഏതെങ്കിലും ഓഫീസിൽ നോക്കാലോ നമുക്ക്, അവിടെ റിസപ്ഷനിലോ എന്തെങ്കിലുമൊക്കെ നീ വിചാരിച്ച നടക്കുമല്ലോ എന്നും പറയും. അപ്പൊ ഞാൻ ഹസ്ബൻഡിന് പറയും, ഓക്കെ എന്തായാലും വേണ്ടില്ല, എനിക്കൊരു ജോബ് ആയെന്ന് പറയും. ഒരു ഹസ്ബൻഡ് അതിനൊന്നും സമ്മതിക്കൂല. നിനക്കൊരു പാഷൻ ഉണ്ട്, നീ എന്താണോ പഠിച്ചത് അത് നീ ചെയ്താൽ മതി. അതുവരെയുള്ള കാര്യങ്ങളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട്, നീ അത് വിചാരിച്ച് ടെൻഷൻ ആവേ വേണ്ട. നീ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോൻ കേൾക്കുന്നുണ്ടാവും, നമുക്കൊരു നല്ല കാലം വരും. അപ്പൊ അതിനു വേണ്ടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് അത്രയും മോട്ടിവേറ്റ് ചെയ്ത്. വേറെ എവിടെ ഞാൻ ഡൈവേർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നെ സമ്മതിച്ചില്ല. സ്കൂൾ എന്നാണ് കിട്ടുന്നത്, എത്ര വർഷം ആയിക്കോട്ടെ, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഫൈനലി സക്സസ് ആയി. മാഷാ അല്ലാ. എന്താണ് നമ്മുടെ മലയാളി ടീച്ചേഴ്സിനോട് പറയാനുള്ളത് പിന്നെ റിഷ്വാനക്ക്? നമ്മളെന്താന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടി അവിടെ തന്നെ നിൽക്കരുത്. ചിലപ്പോ അത് ഇന്നോ നാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ എന്റെ ഒരു കേസിൽ തന്നെ PSC ഞാൻ കിട്ടുന്ന അത്രയും വിചാരിച്ചിട്ടാണ് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേറെ ഒന്നും ഞാൻ ട്രൈ ചെയ്യാതിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ വന്ന് ട്രൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാമായിരുന്നു. അപ്പൊ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, ഉള്ള ടൈം അതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്ത് വെച്ചാല്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ChatGPT യൂസ് ചെയ്യും, അവരോട് ടോക്ക് ചെയ്യും. അവര് നമുക്കൊരു ട്രെയിനറായിട്ട് നമ്മളോട് ഇങ്ങോട്ട് ടോക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ കറക്ഷനും തരും. മറ്റേ നമുക്ക് വേറൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും. ഇത് അതിന്റെ വിഷയമല്ല. ChatGPTയോട് സംസാരിച്ച് അവര് നമ്മളെ കറക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മളെ ഹയർ ലെവലിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ്
ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മളെ വർക്ക് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റും അല്ലെ? എത്തിപ്പെടാൻ പറ്റും. പിന്നെ ഒരു ക്വസ്റ്റ്യന്, ഇപ്പൊ മെജൂസ് പാർക്ക് എന്ന് 2 കോഴ്സാണ് റിഷ്വാൻ എടുത്തത്, HBIT ചെക്ക് പോയിന്റ്. പലരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, റിഷ്വാനിന്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ 2 കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു കോഴ്സ് എടുത്താൽ പോരെ, എന്താണ്, ഏതായിരുന്നു ഫസ്റ്റ് എടുത്തത്? HBIT ആയിരുന്നോ ചെക്ക് പോയിന്റ് ആയിരുന്നു? ഞാൻ ഫസ്റ്റ് രണ്ടിനും കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചെക്ക് പോയിന്റ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഇത് തമ്മിൽ രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഒരു കോഴ്സ് എടുത്താണോ? 2 കോഴ്സും എന്തിനാണ് എടുത്തത്? രണ്ട് അത് കോഴ്സ് നമ്മുടെ ടീച്ചേഴ്സിനോടൊന്ന് പറയാം. ഞാൻ സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെക്ക് പോയിന്റില് നമുക്ക് സയൻസിൽ ഡിഫറെന്റ് സബ്ജക്റ്റുകളാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ എർത്ത് ആൻഡ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് എർത്ത് ആൻഡ് സയൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതിന്റെ കണ്ടന്റ് നമുക്കറിയണം. അപ്പോഴാണ് നമുക്ക് ക്ലാസ്സിൽ അവർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അപ്പൊ അവർക്ക് നമുക്ക് ആ കണ്ടന്റ് അറിയുമെന്ന് ഏകദേശം അറിയും. പിന്നെ അവർ നമ്മളോട് ചോദിക്കും നമുക്ക് സിലബസിനെ പറ്റി ധാരണ ഉണ്ടോ ഇല്ലെന്നൊക്കെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം, നമുക്കറിയാം. പിന്നെ അവിടെ എന്താണ് നടക്കണെന്നുള്ള നമുക്കറിയില്ല. നമ്മള് ചെയ്യാൻ ഡെമോ എടുക്കുക നാട്ടുകാർ സിസ്റ്റം വെച്ചിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ മുന്നെടുത്തുന്ന സമയത്ത് ഇവരെ കറക്റ്റ് ആയിട്ട് ഇവർക്ക് ചില കാര്യങ്ങൾ കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ. അത് ആ ഒരു ലെവലില് ഏത് രീതിയിലാണ് എടുക്കേണ്ടത്, പിന്നെ അവർക്ക് എങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് പോയിന്റ് എടുക്കണം. സയൻസ് എടുത്തു അല്ലെ റിഷ്വാന്? നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന് പോവണം, നമ്മൾ അവിടുന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂ കൂടെ നമുക്ക് പാസ്സായി നമ്മൾ അവിടുന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? HBIT കൂടെ എടുക്കണം. രണ്ടും കൂടെ ആവുമ്പോഴേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് കിട്ടാൻ ഒന്നും കൂടെ ഈസി ആവുന്നത് അല്ലെ? കാരണം കുറെ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇത് രണ്ടും കൂടെ എന്തിനാന്നുള്ളത്. അപ്പോ അങ്ങനെ. പിന്നെ ലാംഗ്വേജ് ഇതുപോലെ ChatGPT വെച്ച് ടീച്ചേഴ്സ് നോട്ട് ചെയ്യണം കേട്ടോ. ലാംഗ്വേജ് ChatGPT വെച്ചിട്ടാണ് റിഷ്വാന് ചെയ്തത്. പിന്നെ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും വന്നില്ലല്ലോ പോകുന്ന സമയത്ത് അവിടെ ബ്രിട്ടീഷ് ആണെങ്കിലും? ഇല്ല, പിന്നെ എനിക്ക് താല്പര്യമായിരുന്നു. നമ്മളെ HBIT ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴേ ഭയങ്കര താല്പര്യമായിരുന്നു ഒരു സ്കൂളിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാന്ന്. ഇന്റർവ്യൂ കിട്ടണം, നമുക്ക് അവിടെ പോയിട്ട് നമുക്കൊന്ന് ഷോ ഓഫ് ചെയ്യണം എന്നുള്ള. ചെയ്യണം. ഗുഡ്. ഇപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് വേറെ സ്കൂളുകളൊക്കെ കാണുമ്പോഴും. അപ്പൊ ഹസ്ബൻഡ് ചോദിക്കും ഇനി എന്തിനാ കിട്ടില്ല? പറയില്ല, ഇനി കിട്ടുകയാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യണവരെയാണെങ്കിലും ഞാൻ പോവും ഇന്റർവ്യൂവിനും ഡെമോ. നമുക്ക് ആ ഹയർ ആയിട്ട് ഓപ്ഷൻ നോക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അങ്ങനെ. അടുത്തത് എന്താ, സർട്ടിഫിക്കറ്റ് ഏതായിരുന്നു അറ്റസ്റ്റ് ചെയ്തത്? ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത് UAE അറ്റസ്റ്റേഷൻ ആയിരുന്നു. അപ്പോ ഈ സ്കൂളിൽ ആദ്യം തന്നെ പോയ സമയത്ത് അവർ എന്നോട് പറഞ്ഞു UAE വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു പിന്നെ എന്തിനാ UAE ചെയ്തത്? ഇവിടെ UAE അല്ല വേണ്ടത്, അപ്പോസ്റ്റൽ തന്നെ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഞാൻ അപ്പോസ്റ്റൽ ചെയ്യാറുണ്ടോ. അപ്പൊ അവരോടും ചോദിച്ചു ഇനി ഡിഗ്രി ആണോ MSc ചെയ്യേണ്ടത് പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു ഡിഗ്രി ഓൾറെഡി ഒരു അറ്റസ്റ്റേഷൻ ചെയ്തല്ലോ, ഇനിയിപ്പോ മോൾക്ക് ഒന്നും കൂടെ ഹയർ നോക്കണം എന്നുണ്ടെങ്കിൽ MSc ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ MSc അപ്പോസ്റ്റൽ ചെയ്തിട്ട് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടിയില്ല. നാട്ടിലൊരു ഫ്രണ്ട് പോയപ്പോ അവര് കൊണ്ടുപോയി. ഇനി അവര് പെരുന്നാൾ കഴിഞ്ഞ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ UAE ചെയ്തിട്ടുണ്ട്, അപ്പോസ്റ്റലും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടീച്ചേഴ്സ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, എന്താ അപ്പോസ്റ്റൽ ആണോ UAE ആണോ? ഇവിടെ സൗദി അറേബ്യയിൽ കമ്പനിയിൽ സ്കൂളിൽ വർക്ക് ചെയ്യാൻ നമുക്ക് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ എന്താ ഈ എംബസി അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് ചില സ്കൂൾസ് എംബസി കൂടെ അപ്പോസ്റ്റലിന്റെ കൂടെ ചോദിക്കും. അതുകൊണ്ടാണ് UAE കൂടെ എടുക്കാൻ പറയുന്നത്. അപ്പോസ്റ്റൽ ഇല്ലാതെ വെറും UAE എടുത്താലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോസ്റ്റൽ പ്ലസ് എംബസി അറ്റസ്റ്റേഷൻ. ഓക്കെ. റിഷ്വാനിയുടെ വിസ ഏതായിരുന്നു? ഹസ്ബൻഡ് വിസയാണോ വർക്ക് വിസയാണോ? ഞാൻ വന്നത് വർക്ക് വിസയിലായിരുന്നു. വന്ന ഉടനെ തന്നെ പിന്നെ ഹസ്ബൻഡ് വിസയിലേക്ക് മാറിയതായിരുന്നു. ട്രാൻസ്ഫർ ചെയ്തു. വർക്ക് വിസയിൽ വന്നു, പിന്നെ ഹസ്ബൻഡ് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വർക്ക് വിസ എത്ര മാസത്തെ വിസ എടുത്തിട്ടുള്ളത്? 3 months. 3 months വർക്ക് വിസയിൽ വന്നു, എന്നിട്ട് ഹസ്ബൻഡ് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ? മക്കളൊപ്പം മാറ്റിയിട്ടേ ഉള്ളൂ. മക്കൾ ഇതുവരെ മക്കളപ്പൊ വിസിറ്റിലാ കൊടുത്തത്? മക്കളെ വിസിറ്റിലാ കൊണ്ടുവന്നത്. മക്കളൊപ്പം ഈ ഒരു ഹജ്ജിന്റെ വിഷയം വന്നല്ലോ, ആ സമയത്ത് മക്കളെ ഇപ്പൊ അതിലേക്ക് ട്രാൻസ്ഫർ ആക്കി. ഇനി കാരണം ടീച്ചേഴ്സ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഈ 3 month വർക്ക് വിസക്ക് എത്ര കോസ്റ്റ് ആയി? ഒരു 4.5 എങ്ങാണ്ടോ ആയിട്ടുണ്ട്. 4.5 അതായത് 4500, 4500 റിയാലിന്റെ അടുത്ത് വിസക്ക്. വർക്ക് വിസക്ക് 4500 റിയാലിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ 1,00,000 രൂപ, ഏകദേശം 1,00,000 രൂപ അല്ലെ? അതിൽ ലെവി എല്ലാം ഇൻക്ലൂഡഡ് ആണോ? പിന്നെ ലെവി നിങ്ങൾ സെപ്പറേറ്റ് പേ ചെയ്യണോ? വിസ മാത്രമേ ഉള്ളൂ, വിസക്ക് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ലെവി നമ്മൾ പേ ചെയ്യണം. ലെവി ഒരാൾക്ക് 400 അല്ലേ?
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡിന്റെ വിസയിലേക്ക് മാറിയപ്പോ വീണ്ടും 2000 ആയി. യെസ്, അതൊരു കെമിസ്ട്രി ടീച്ചർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കേട്ട ടീച്ചേഴ്സ് അവർ ചെയ്തത് അവരുടെ ഹസ്ബൻഡ് ഇവിടെയാണ്. അപ്പോൾ വർക്ക് വിസയിൽ വന്ന് ഹസ്ബൻഡിന്റെ വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വർക്ക് വിസ അവരെടുത്തത് 3 month വർക്ക് വിസയാണ്. അതിന്റെ കോസ്റ്റ് വന്നത് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 1,00,000 വരും. 4,500 റിയാൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നോക്കാവുന്നതാണ്. കറൻസി കൺവേർട്ടർ വെച്ച് നോക്കിയാൽ ഇപ്പം എത്രയാണ് ഒരു 4,500 റിയാൽ വരുന്നത് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്കാമുള്ളവർക്ക് ഇവിടെ ലെവി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 400 റിയാൽ, ഏകദേശം നാട്ടിലൊരു 10,000 രൂപ മാസം വരും. അത് പേ ചെയ്യാം. പിന്നെ അത് നമ്മൾ ഇക്കാം ഹസ്ബൻഡ് വിസയിലാണെങ്കിലും വർക്ക് വിസയിലാണെങ്കിലും നമ്മളത് കൊടുക്കണം. പിന്നെ എന്താ അവര് റിഷ്വാന് ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡിന്റെ വിസയിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ആക്കി. കാരണം 3 month കഴിഞ്ഞ് ഈ വിസ എക്സ്പയർ ആവുമല്ലോ, അതിന്റെ മുമ്പ് ഹസ്ബൻഡിന്റെ വിസയിലേക്ക് ഒരു ട്രാൻസ്ഫർ ആക്കി. ആ ട്രാൻസ്ഫർ എന്ന് പറയുന്നതും ഒരു 2,000 റിയാൽ. 2,000 റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം അതും ഒരു 50,000 റുപ്പീസിന്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതും ചെയ്തു. പിന്നെ മക്കള് വിസിറ്റ് വിസയിലാണ് അവർ കൊടുക്കുന്നത്. ഇവിടുന്ന് സൗദി അറേബ്യയിൽ വിസിറ്റ് വിസയിലുള്ള മക്കളെ നമ്മുടെ ഹസ്ബൻഡ്മാരുടെ വിസയിലേക്ക് നാട്ടിൽ പോവാതെ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. ഇതാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ റിഷ്വാന അറ്റസ്റ്റേഷന് പറഞ്ഞു, വിസയുടെ കാര്യം പറഞ്ഞു, റിഷ്വാനയുടെ ഒരു ജേണി പറഞ്ഞു. ഒരുപാട് യൂസ്ഫുൾ ആയല്ലോ ടീച്ചേഴ്സ് റിഷ്വാനയുടെ ഒരു ജേണി. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ റിഷ്വാന, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു.